ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു സോളാർ PT ക്യാമറയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു ചാനലിൽ മുൻപ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു കൂടുതൽ റിവ്യൂയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സോളാർ ക്യാമറകൾ അധികം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ സൗദി അറേബ്യയെ അപേക്ഷിച്ചിടത്തോളം ഒരുപക്ഷെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു സർവൈലൻസ് ക്യാമറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ സോളാർ ക്യാമറകളാണ്. എന്തുകൊണ്ടാണ് സോളാർ ക്യാമറകൾക്ക് ഇത്രയധികം ആവശ്യക്കാർ സൗദി അറേബ്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സൗദി അറേബ്യ അപേക്ഷിച്ചിട്ട് ഒരുപാട് മരുഭൂമിയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളുള്ളൊരു സ്ഥലമാണ് സൗദി അറേബ്യ. അപ്പോൾ ഈ കൃഷിയിടങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 100 കിലോമീറ്റർ 200 കിലോമീറ്ററൊക്കെ ഉള്ളിലേക്കായിരിക്കാം ഈ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ പല സ്ഥലത്തും മൊബൈൽ റേഞ്ച് കാണും, എന്നാൽ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് എത്തിക്കാൻ പാകമുണ്ടാവില്ല. കാരണം നമുക്ക് അത് ഒരുപാട് ലോങ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി കിട്ടില്ല, പക്ഷേ മൊബൈൽ ടവർ ഉണ്ട്. അങ്ങനത്തെ ഏരിയകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇവിടുത്തെ അറബികൾ വാങ്ങി ഉപയോഗിക്കുന്ന ക്യാമറയാണ് സോളാർ ക്യാമറകൾ. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാട്ടിലും ലഭിക്കുന്നുണ്ട് സോളാർ ക്യാമറകൾ. ഇതുപോലത്തെ തേർഡ് പാർട്ടി പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാടുണ്ട്, നാട്ടിലും ലഭിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും സൗദികൾ വാങ്ങുന്നത് ഓൺലൈനായിട്ടാണ്, ഓഫ്ലൈനായിട്ടല്ല, ഓൺലൈനായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ AliExpress, ബാങ്കൂഡ്, അലിബാബ തുടങ്ങിയ അങ്ങനത്തെ ചൈനീസ് മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് സുലഭമായിട്ട് നമുക്ക് ലഭിക്കും സോളാർ ക്യാമറകൾ. സോളാർ ക്യാമറകളിൽ ബുള്ളറ്റ് ക്യാമറയും വരുന്നുണ്ട്, അതുപോലെ തന്നെ PT ക്യാമറകളും വരുന്നുണ്ട്. ഇനി ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് PT ക്യാമറയാണ്. അപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണ് നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് താരതമ്യേന ഓൺലൈനിലാണ് വില കുറവ്. ഇപ്പോൾ AliExpressലൊക്കെയാണ് വില കുറവായിട്ട് കാണുന്നത്. അപ്പോൾ AliExpressൽ നമ്മൾ പല സൗദികൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്, വാങ്ങിയിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഇവർ വാങ്ങുന്നത് 4G ക്യാമറയാണ് വാങ്ങുന്നത്. 4G ക്യാമറ ഉദ്ദേശിച്ചിട്ടാണ് ബ്രൗസ് ചെയ്യുന്നത്, പക്ഷേ ഒരു ഓർഡർ ചെയ്യുന്നത് വൈഫൈ ക്യാമറ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചില അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ AliExpressൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം, AliExpressൽ നമ്മൾ 4G സോളാർ ഔട്ട്ഡോർ ക്യാമറ എന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്നുള്ള റിസൾട്ടുകൾ ഒരുപാട് കമ്പനികൾ ഒഫീഷ്യലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. ഇപ്പോൾ ദാഹുവയും അതുപോലെ തന്നെ ഇക്യൂഷനൊക്കെ സോളാർ ക്യാമറയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ മണി കുറച്ച് കൂടുതലാണ്, അതിനൊരു മുതൽ മുടക്ക് കുറച്ച് കൂടിപ്പോവും. അതുകൊണ്ട് പലരും അത് വാങ്ങാറില്ല, തേർഡ് പാർട്ടി തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ക്യാമറകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരുപാട് കാണാം. ഇതിലിപ്പോൾ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വില കുറവാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു 122 റിയാലിൻ്റെ ഒരു പ്രൊഡക്റ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്നവർ കൂടുതലും മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കുക വില കുറവായിരിക്കും, അല്ലാണ്ട് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല. ക്വാളിറ്റി നമുക്ക് ആവശ്യം വെച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും ഓൺലൈൻ വാങ്ങില്ല, ഓഫ്ലൈൻ വാങ്ങാൻ. നമുക്ക് അറിയാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഒഫീഷ്യൽ പ്രൊഡക്റ്റാണ്, ഇപ്പോൾ നമ്മൾ ഹിക്യൂഷിൻ്റെയോ സാംസങ്ങിൻ്റെയോ ഒക്കെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് റിവ്യൂ നോക്കി വാങ്ങാം. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീഡിയോകളുണ്ടായിരിക്കാം, യൂട്യൂബിലൊക്കെ വീഡിയോകൾ ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്കത് ഒഫീഷ്യലായിട്ടുള്ള ഒരു റിവ്യൂ ആണെന്നില്ല. ചിലപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രൊഡക്റ്റുകളാണ് AliExpressൽ നിന്ന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ 122 റിയാലിൻ്റെ ഒരു ക്യാമറ ഇവിടെ കാണുന്നുണ്ട്, ഒരു സോളാർ ക്യാമറ. നമുക്ക് അതിൽ എടുത്തു നോക്കാം. അപ്പോൾ 122 പറയുന്ന ഒരു 4G ക്യാമറയ്ക്ക് 122 എന്ന് പറയുന്നത് വളരെ ലാഭമാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇതിലേക്ക് കടക്കുമ്പോഴാണ് ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിന് താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം, സെൻസർ സൈസ് സോളാർ പാനൽ ഓൺലി. ഈ 122 റിയാലിന് എഴുതിയിരിക്കുന്നത് സോളാർ പാനലിന് മാത്രമാണ്, ക്യാമറക്കല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നതിന് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരികയായി. പിന്നെ 4G ഉള്ളതുണ്ട്, മെമ്മറി കാർഡ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ നമ്മൾ 4G സെലക്ട് ചെയ്യുമ്പോൾ വൈഫൈ ക്യാമറയും 4Gയും കൂടി ഉള്ളതിന് എന്താണ് വില വരുന്നത്? 331 ഇതാണ്. 4G അല്ല, വൈഫൈ ക്യാമറയും 64 GB മെമ്മറി കാർഡും കൂടി ഉള്ളതിന് 331 വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ ബ്രൗസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഏതാണ്? നമുക്ക് വേണ്ടത് 4G ക്യാമറയാണ്. 4G ക്യാമറ, വൈഫൈ ഇല്ലെങ്കിലും 4G ക്യാമറയാണ് വേണ്ടത്. നമ്മൾ 4Gയിലേക്ക് നോക്കുകയാണെങ്കിൽ 122 4G 64 GB മെമ്മറി കാർഡ് അടക്കം വരുന്നത് 545 റിയാലാണ്. അപ്പോൾ 545 റിയാലാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ സാധാരണ നമ്മളിത് അറിയാത്തവരാണെങ്കിൽ 122 റിയാൽ ഒരു സാധനം ഓർഡർ കൊടുക്കും. ഇപ്പോൾ സൗദികളെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ അറബികളെ അപേക്ഷിച്ചിട്ട് അത് അറിയാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 4-5 കസ്റ്റമേഴ്സ് 4G ക്യാമറയാണെന്ന് വിചാരിച്ചിട്ട് വൈഫൈ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും വലിയൊരു കോമഡി ഉണ്ട്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ലൈറ്റുകൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഓൺലൈൻ വെബ്സൈറ്റ് നമ്മൾ ആമസോണിലൊക്കെ ഉണ്ട്, നാട്ടിലൊക്കെ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്.
അതായത് 4G ഈ സോളാർ ക്യാമറ എന്ന് പറഞ്ഞിട്ട് സോളാറിന് കാണുമ്പോൾ ക്യാമറ പോലെ തന്നെ മുകളിൽ സോളാറൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റൊക്കെ ആയിട്ട്, പക്ഷേ സംഭവം സോളാർ ലൈറ്റ് ആയിരിക്കും. ആ ഒരു പ്രൊഡക്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിലത്തെ ആഡ് വഴിയും ടിക്ടോക്കിലൊക്കെ ആഡ് കണ്ടിട്ട് ഓർഡർ ചെയ്ത് വരുത്തിച്ച് കഴിഞ്ഞാൽ 400 റിയാലും 300 റിയാലൊക്കെ വാങ്ങുന്നവരുണ്ട്. ഒരു ക്യാമറ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈറ്റിന്, സോളാർ മോഷൻ ലൈറ്റിന് 400 റിയാലൊക്കെ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് പെട്ടവരുണ്ട്. അവർ ക്യാമറ എന്ന് കരുതും, എന്നിട്ട് ഓർഡർ കൊടുക്കും. വന്ന് നോക്കുമ്പോഴാണ് ഇത് സോളാർ ലൈറ്റാണ്, മോഷൻ സോളാർ ലൈറ്റാണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കൂടെ കാണാം. കണ്ടു കഴിഞ്ഞാൽ ക്യാമറ പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഇതൊരു വീണ്ടും എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഇപ്പോൾ 4-5 ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഓർഡർ ചെയ്ത ശേഷമാണ് സാധനം വന്ന ശേഷമാണ് അറിയുക വൈഫൈ ആണുള്ളത്, അല്ലാണ്ട് 4G സപ്പോർട്ടഡ് അല്ല ക്യാമറ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അബദ്ധത്തിൽ വാങ്ങിയ പ്രോഡക്റ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അധികം പേരും ഊരൊന്നും അധികണ്ട് പ്രസിദ്ധമല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. Asecam എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഈ ഒരു മോഡലിൽ പല പേരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ ഒരു ഷേപ്പ്, ഇതേ മോഡലിൽ തന്നെ പല പല കമ്പനിയുടെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് Asecam. ഇതൊരു 5MB ക്യാമറയാണ്. ഇതിൽ 8MB ഉണ്ട്, 2MB ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ എടുത്ത് നോക്കുക സോളാർ പാനലാണ്. ഈ ഒരു സോളാർ പാനൽ നമ്മൾ വാങ്ങുമ്പോൾ, ഇന്നലെ ക്യാമറകൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയൊരു സോളാർ പാനലായിരിക്കും. ഈ സോളാർ പാനലിൻ്റെ അടിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത്. കണ്ടില്ലേ, ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് നമുക്ക് 2 രീതിയിലാണ് ഇതിൻ്റെ ചാർജിങ് നടക്കുന്നത്. ബാറ്ററി പാക്ക് ഒന്ന് സോളാർ വഴിയും, ഒന്ന് ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ അടിയിൽ നമുക്ക് ചാർജർ കണക്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്യില്ല, അതുപോലെ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ്. ഒന്ന് വീട്ടിലാണ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇത് നടക്കും. കാരണം സോളാർ പാനലും എനിക്ക് തോന്നുന്നത് ഈ ഒരു സോളാർ പാനൽ വളരെ ചെറുതായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട്, ട്രൂ വ്യൂ പറഞ്ഞിട്ടൊരു കമ്പനിയുടെ സോളാർ പാനൽ ലഭിക്കുന്നുണ്ട്, സോളാർ ക്യാമറ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സോളാർ പാനൽ കുറച്ച് വലുതാണ്. അതിൻ്റെ സോളാർ പാനൽ നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സൂര്യപ്രകാശം ഉണ്ടെങ്കിലും പകൽ സമയത്ത് ചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതുപോലത്തെ വരുന്ന ഇതൊക്കെ ചെറിയ ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം, പതിവിന് വിപരീതമായിട്ട് സൗദിയിൽ മഴ കൂടുതൽ കിട്ടിയൊരു വർഷമാണിത്. അപ്പോൾ 5 ദിവസത്തോളം സൂര്യപ്രകാശം തന്നെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് എന്നെ ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരു 7 ആളുകൾ കൂടുതൽ വിളിച്ചിട്ടുണ്ടായിരിക്കും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഇല്ല, അത് ചെറിയൊരു പാനലാണ്. ഇതിനകത്ത് ഏകദേശം 6-8 ബാറ്ററികൾ വരുന്നുണ്ട്. നമ്മുടെ പവർ ബാങ്കിൽ വരുന്ന ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. 8 ബാറ്ററികൾ. ഇത് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ബാറ്ററി ഡൗൺ ആയി പോവുകയാണ് ചെയ്തത്. പിന്നീട് തന്നെ സൂര്യപ്രകാശം വന്നാലും ചാർജ് ആവത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ ഊരിയിട്ട് നമ്മളിതിവിടെ അഡീഷണലായിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്ത് ഫുള്ളാക്കിയ ശേഷം റീഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഓക്കെ ആയിട്ടോ, അത് വർക്കിംഗ് ആയി. ആർക്കും അതുപോലെ പിന്നീട് പരാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചെറിയ ഒരു സോളാർ പാനൽ വെച്ചിട്ട് ഇതിനകത്തുള്ള ബാറ്ററി എത്രത്തോളം പെട്ടെന്ന് ചാർജ് ആവും, ഫാസ്റ്റായിട്ട് ചാർജ് ആവില്ലേ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിട്ട്, നാട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ അറിയപ്പെടും, നല്ല സൂര്യപ്രകാശം ലഭിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളാണ് കൂടുതലും. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് 5MB ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻസർ എന്താണ്, അതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അവരുടെ കാറ്റലോഗിലും ഇല്ല മെൻഷൻ ചെയ്തിട്ട്. ഇവരുടെ പ്രൊഡക്റ്റ് നെറ്റിൽ നോക്കിയപ്പോൾ കാണാൻ തന്നെയല്ല. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആട്ടോ ഇവർ പറയണം ഇതിലുള്ളത്. അഡ്വാൻസ്ഡ് വെച്ചാൽ ഇതിൽ PIR ഉണ്ട്, സെൻസറാണ്. നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ ഡിറ്റക്ഷനും അനിമൽ ഡിറ്റക്ഷൻ, മോഷൻ ഡിറ്റക്ഷൻ, ഇതൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ ക്യാമറകളിൽ. ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ക്യാമറ, വാഹനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ക്യാമറ, അനിമൽസിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ക്യാമറ. അപ്പോൾ അതിലൊരു പെട്ടതാണ് ഈ PIR സെൻസർ വെച്ചിട്ട് ഹ്യൂമൻ ഡിറ്റക്ഷൻ. മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലേക്ക് റിമോട്ട്ലി മെസ്സേജ് അയക്കുന്ന ഒരു ഫീച്ചർ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു PIR സെൻസർ കാണാം. അതുപോലെ മൂന്നും 6 ലൈറ്റുകൾ, ഒരു 1 വാട്ട് LED ആയിട്ട് സാധ്യതയുണ്ട്. 1 വാട്ട് LEDകൾ ഒരു 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് രാത്രിയിൽ കളർ വ്യൂ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 LED ബൾബുകളുണ്ട്. അത് ഇൻഫോ ബൾബുകൾ, അതായത് ചാർജിങ് ആവുന്നുണ്ടോ, ഏത് മൂഡിലാണ്, സ്റ്റാൻഡ് ബൈ മൂഡാണോ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൾബുകളാണ് 2 എന്നുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു LDR കൊടുത്തിട്ടുണ്ട്. LDR കൊടുത്തുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്യാമറക്കും, അതെല്ലാ ക്യാമറകൾക്കും ഉണ്ടാവും ഒരു LDR.
നമുക്ക് നൈറ്റ് മോഡിലേക്ക് ക്യാമറ മാറാൻ വേണ്ടിയിട്ടുള്ള സെൻസറായിട്ട് LDRനെ കാണാം. പിന്നെ ഒരു മൈക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കർ ഉണ്ട്. ഈ സ്പീക്കർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വേ ടോക്ക്, അതായത് നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആളിട്ട് ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് 2 വേ ടോക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഡ്വാൻസ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ 2 സ്ക്രൂ, ബാക്ക് സൈഡിൽ 2 സ്ക്രൂ ആണ്, അത് ഊരി കഴിഞ്ഞാലാണ് അതിനകത്ത് മെമ്മറി കാർഡ് ഇടാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. റീസെറ്റ് ബട്ടൺ ഉണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതൊരു 4G ക്യാമറ അല്ല, ഇതൊരു വൈഫൈ ക്യാമറ. ഞാൻ നേരത്തെ പറഞ്ഞു സൗദി ഇത് 4G ക്യാമറ വെച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. സാധനം വന്നത് വൈഫൈ ക്യാമറയാണ്. അത് പുള്ളി ഓർഡർ ചെയ്തതും വൈഫൈ ക്യാമറയാണ്, അത് അറിയാതെ പറ്റിയതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ക്യാമറയുടെ മൊത്തത്തിലുള്ള ഒരു രൂപം. പിന്നെ ഇവിടെ 2 ഏരിയൽസ് കൊടുത്തിട്ടുണ്ട്, അത് 4G ക്യാമറ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ക്യാമറ നമ്മളിവിടെ തൽക്കാലത്തിന് ഇവിടെ വല്ലയിടത്തൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Got a build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I